ഹമാസ് എന്ന തീവ്രവാദികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവെ അവരെ രഹസ്യമായി അനുകൂലിക്കുന്നവരും പരസ്യമായി അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് വരുന്ന സ്ഥിരം ഒരു ചോദ്യമാണ് എനിക്കും കിട്ടിയത്. കഴിഞ്ഞ ദിവസം എന്റെ നാട്ടുകാരിൽ നിന്ന് തന്നെയാണ്. ആദ്യം പുള്ളി ഗാസയിലെ ഒരു സ്ഫോടനത്തിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, കണ്ടോ, നീ എല്ലാത്തിനെയും വിശകലനം ചെയ്ത് സംസാരിക്കുന്നവനും ഒക്കെ അല്ലേ ഇതിനെക്കുറിച്ച് നീ ഒന്ന് സംസാരിച്ച് കാണിക്കുന്നു. ഞാൻ പറഞ്ഞു അതിനെന്താ പറയാമല്ലോ, പക്ഷേ ഞാനതെന്തായാലും പറയാം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നീ നിന്റെ മതത്തിലെ ഇസ്ലാമിനെ കുറിച്ച് ഒരു വിമർശനമെങ്കിലും പറഞ്ഞൊന്ന് കാണിക്കട എന്ന് പറഞ്ഞു. അതിന് പുള്ളി തന്ന മറുപടിയാണ്, നിന്റെ തുലവും തുച്ഛവുമായ ബുദ്ധിയും വിവരവും വെച്ച് എത്ര യുക്തിവാദം നിരത്തിയാലും ഈ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന പ്രപഞ്ചനാഥനുള്ള എന്റെ വിശ്വാസത്തിനും അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിനെയും വിമർശിക്കേണ്ട കാര്യം എനിക്കില്ല. അപ്പൊ പിന്നെ കാര്യം എളുപ്പമായല്ലോ. ഇതാണ് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്, അവരുടെ ഖുറാനും ഇസ്ലാമും പക്കയാണ്, ഒരു പുഴുക്കുത്തുകളുമില്ലാത്ത ഒന്നാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ പിന്നെ സംസാരിക്കാനേ പോകാതിരിക്കുക, കാരണം ഒരു പ്രയോജനമില്ല. ഇറ്റ്സ് സച്ച് എ വേസ്റ്റ് ഓഫ് ടൈം. അടുത്താണ് ഇസ്ലാമിന്റെ പ്രധാന പോയിന്റ്, ജൂതന്മാരെ കുറിച്ച് നീ എവിടെയും വിമർശിച്ച് കണ്ടില്ലല്ലോ. എന്തേ ഗാസയിൽ മനുഷ്യരെ അവർ കൂട്ടക്കുരുതി ചെയ്യുന്നത് നിനക്ക് നല്ല കാര്യമായിട്ടാണോ തോന്നുന്നത്? അല്ലെങ്കിൽ തുറന്നെഴുതറ, കാണട്ടെ നിന്റെ യുക്തിവാദ വീര സാഹസികത. അല്ല സഹോ, ഈ ജൂതന്മാരെ എന്തിന്റെ പേരിലാണ് വിമർശിക്കേണ്ടത്? ഇസ്ലാം ഇരവാദം പറയുന്നത് പോലെ നോക്കിയാൽ നിങ്ങളെക്കാൾ ന്യൂനപക്ഷം അവരല്ലേ ലോകത്ത്. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഗാസ പ്രശ്നത്തിന്റെ തുടക്കം എവിടുന്നാണെന്നറിയാമോ? 2023 ഒക്ടോബർ 7-ാം തീയതി യാതൊരു പ്രകോപനവുമില്ലാതെ വളരെ സമാധാനത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ഇടയിലേക്ക് ആയിരക്കണക്കിന് മിസൈലുകൾ അയക്കുകയും അവരുടെ രാജ്യത്ത് കടന്നു ചെന്ന് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ഒരുപാട് പേരെ കൊന്നുകളയുകയും ഒരുപാട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും 250ഓളം ആളുകളെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തതാണ് അവിടുത്തെ പ്രശ്നത്തിന്റെ തുടക്കം. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയാണ്. നിങ്ങൾ ജീവിക്കുന്ന നാട്ടിലേക്ക് ഇതേപോലെ കുറെ തീവ്രവാദികൾ ഒരു ദിവസം വന്ന് നിങ്ങളുടെ പിതാവിനെയും മാതാവിനെയും വെട്ടിക്കൊല്ലുകയും നിങ്ങളുടെ സഹോദരിയെയും ഭാര്യയെയും മകളെയും പിടിച്ചുകൊണ്ടുപോവുകയും അവരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അതിൽ കൂടുതൽ ഇസ്രായേൽക്കാരും ഒന്നും ചെയ്തിട്ടില്ല. പിടിച്ചുകൊണ്ടുപോയ ആളുകളിൽ 9 മാസം പ്രായമായ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ആ കുട്ടിയെ കൊണ്ടുപോയി 1.5 വർഷം പീഡിപ്പിച്ചു കൊന്നത്. അവർ കൊന്ന് ശവമായി കൊടുത്തുവിട്ട സ്ത്രീയുടെ മൃതദേഹ പരിശോധനയിൽ അവർ പലതവണ ലൈംഗിക പീഡനത്തിന് വിധേയമായി എന്ന് റിപ്പോർട്ടുണ്ട്. നിങ്ങളുടെ സഹോദരിയോ ഭാര്യയോ മകളോ ആയിരുന്നു അത് എങ്കിൽ നിങ്ങൾ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ? ഗാസയിലുള്ള ആളുകൾ തന്നെ ഈ തീവ്രവാദികൾക്കെതിരെ പരസ്യമായി പ്രതികരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഈ പറയുന്ന ജൂതന്മാരും നിങ്ങളുടെ പ്രവാചകന്റെ സ്വന്തം നാട്ടുകാരെന്ന് പറയുന്ന സൗദികളും തമ്മിൽ വലിയ സൗഹൃദമാണിപ്പോൾ. UAE-യുമായി സൈനിക കരാർ അടക്കം ഒരുപാട് കരാറുകൾ ഒപ്പിട്ട് കഴിഞ്ഞു. കാരണം 24 മണിക്കൂർ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ പറഞ്ഞിരുന്ന മണ്ടത്തരങ്ങൾ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ജനതയിൽ നിന്നും സൗദിയും UAE-യും ഒക്കെ ഒരുപാട് മാറി. പക്ഷെ ഇപ്പോഴും കേരളത്തിലെ ജനങ്ങളെ 6-ാം നൂറ്റാണ്ടിൽ തന്നെ നിലനിർത്താൻ വേണ്ടി പാടുപെടുന്ന മീഡിയ വൺ പോലുള്ള മാധ്യമങ്ങൾ കാണുന്നതിന്റെ ഒരു പ്രധാന പ്രശ്നമാണിത്. ലോകത്തിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഈ വേണേ പറയും ഇതല്ലോടെ പഴയ പ്രശ്നമാണ്. ചരിത്രം കുഴിച്ചു പോകുമ്പോൾ അവനവന് വേണ്ട സ്ഥലത്ത് വെച്ച് കുഴിപ്പ് നിർത്തരുത്, കുറച്ചുകൂടെ താഴോട്ട് കുഴിച്ചു പോകണം. അതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ നിങ്ങൾക്ക്. നിങ്ങൾ കുറച്ചുകൂടെ താഴോട്ട് കുഴിക്കുമ്പോൾ വസ്തുത തെളിവ് സഹിതം അവിടെ കിടപ്പുണ്ട്. ജൂതന്മാർക്ക് മുസ്ലിങ്ങളുടെ മതപരമായ വെറുപ്പിന് എന്തെങ്കിലും കാരണമുള്ളതായി അവരുടെ മതഗ്രന്ഥങ്ങളിലൊന്നും കാണാൻ കഴിയില്ല. അതേസമയം ഇസ്ലാമിന് ജൂതന്മാരോടുള്ള വെറുപ്പ് മതപരമായ കാരണമാണ്. ഹദീസിൽ തന്നെ ജൂതന്മാരെ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ ജീവിക്കാൻ അനുവദിക്കരുത് എന്ന് ഒരു കൽപ്പനയായി കൊടുത്തിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യന് തോന്നിയ ഒരു ഡെല്യൂഷനാണ് ഇന്നും നിലയ്ക്കാത്ത ദുരിതമായി അവിടെ പെയ്തിറങ്ങുന്നത്. സഹീഹ് മുസ്ലിം 1767, I will expel the Jews and Christians from the Arabian Peninsula and will not leave any but Muslim. അറേബ്യൻ ഉപദ്വീപിൽ നിന്നും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഞാൻ പുറത്താക്കും, മുസ്ലിങ്ങളെ ഒഴികെ മറ്റാരെയും ഞാൻ അവശേഷിപ്പിക്കില്ല. എങ്ങനെയുണ്ട്? ഇനി യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരെ കുറിച്ച് പറയാം. ഏതൊരു യുദ്ധത്തിനും സിവിലിയൻ മരണങ്ങൾ അനിവാര്യമായ ഒരു ദുരന്തമാണ്, അല്ലെ? ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ പോലും പാകിസ്ഥാനിലും ഇന്ത്യയിലും ഒരുപാട് സിവിലിയൻ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു അനിവാര്യമായ ദുരന്തമാണ്. അത് ഒഴിവാക്കാൻ യുദ്ധം ഒഴിവാക്കുക എന്നതാണ് ഏക വഴി. ഇത്രയും കേട്ടിട്ട് സിവിലിയൻസിനെ കൊല്ലുന്നത് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു എന്നുള്ള വികലവാദവുമായി വരരുത്. ഗാസയിൽ ഏതാണ്ട് 45,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി, ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് 26,000 മിസൈലുകൾ അയച്ചിട്ടുണ്ട്. ഇതെല്ലാം ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് അന്ന് അയച്ചത്. ഈ മിസൈലുകൾ ആ സ്ഥലത്ത് വീണിരുന്നുവെങ്കിൽ ഇസ്രായേൽ കുറഞ്ഞത് 5 ലക്ഷം ആളുകളെങ്കിലും കൊല്ലപ്പെടുമായിരുന്നു. ഇസ്രായേൽ ആളുകൾ കൊല്ലപ്പെടാതിരുന്നത് അവർക്കെതിരെ വരുന്ന ഓരോ മിസൈലും ആ മിസൈൽ ഉണ്ടാക്കാൻ ചെലവായ പണത്തിന്റെ 100 ഇരട്ടി പണം മുടക്കി അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് തകർത്ത് സ്വന്തം ജനതയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയതുകൊണ്ടാണ്. അല്ലാതെ ഹമാസ് തീവ്രവാദികൾ വലിയ നന്മമരങ്ങളായതുകൊണ്ടല്ല ഇസ്രായേൽ മരണസംഖ്യ കൂടാതിരുന്നത്. ഇസ്രായേൽ ഇതുവരെ ഗാസയിലേക്കും ഹിസ്ബുള്ള തീവ്രവാദികളുടെ കേന്ദ്രങ്ങളിലോട്ടും ഒക്കെ ആയിട്ട് അയച്ചത് ഏകദേശം 40,000 മിസൈലുകളാണ്. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം 47,000ആണ്. ഇതിൽ 18,000 ആളുകൾ കൊല്ലപ്പെട്ടത് മിസൈൽ ആക്രമണത്തിലല്ല, പട്ടാള ഏറ്റുമുട്ടലിലാണ്. ബാക്കി 28,000 ആളുകളിൽ 70% ആളുകളും ഇസ്രായേലിന്റെ തീവ്രവാദ ലിസ്റ്റിലുള്ളവരായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സിവിലിയൻ മരണങ്ങൾ ഏതാണ്ട് 10,000-അടുത്ത് മാത്രം എന്നർത്ഥം. അതായത് 7-8 മിസൈലുകൾ അയക്കുമ്പോൾ ഒരു സിവിലിയൻ മരണം എന്നത് യുദ്ധത്തിലുണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ സിവിലിയൻ മരണ നിരക്കാണ്.
ഇത് ഒഴിവാക്കണമെന്നതാണ് ഞങ്ങളും പറയുന്നത്. പക്ഷേ അതിനാദ്യം സമ്മതിക്കേണ്ടത് ഹമാസ് തന്നെയാണ്. കാരണം അവർ പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെ ആദ്യം വിട്ടുകൊടുത്താൽ പകുതി പ്രശ്നങ്ങൾ അവസാനിക്കും. എന്തുകൊണ്ടാണ് നിരപരാധികളായ ബന്ദികളെ തടവിൽ വെച്ചിരിക്കുന്നതിനെതിരെ നിങ്ങളൊന്നും പറയാത്തത്? ഈ സിവിലിയൻസ് മരിക്കാനുള്ള പ്രധാന മറ്റൊരു കാരണം അവരെ തീവ്രവാദികൾ സുരക്ഷാ കവചമായി ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ്. ഇത് അവർ തന്നെ സമ്മതിച്ച കാര്യമാണ്. ഈ കഴിഞ്ഞ ആഴ്ച ഹമാസ് ഇങ്ങനെ ജനങ്ങളെ സുരക്ഷാ കവചമാക്കുന്നതിനെതിരെ ഗാസയിൽ ഒരു പ്രതിഷേധ സമരം നടത്തിയിരുന്നു. അറിയാണല്ലോ. ഇതിൽ പങ്കെടുത്ത ഒരു ചെറുപ്പക്കാരനെ ഹമാസ് തീവ്രവാദികൾ പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചു കൊന്നു. ഈ മരണവും ഗാസയിലുള്ള മരണനിരക്കിലേക്ക് എന്തായാലും കൂട്ടിച്ചേർക്കപ്പെടും. കൊന്നതാരാണ് എന്നുള്ള ചോദ്യം ആരും ചോദിക്കാൻ പോകുന്നില്ല. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന ഹമാസിന്റെ ഒരു തീവ്രവാദിയെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചു തല്ലിക്കൊന്നു. അതും ഗാസയിലെ മരണനിരക്കിൽ ഉൾപ്പെടും. ഇനി രസകരമായ മറ്റൊരു പഠനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഗാസയിൽ ഒരുപാട് നാളുകളെ ഗുരുതര രോഗാവസ്ഥയിൽ മരണാസന്നരായി കിടന്നവരെയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരണത്തോടടുത്ത് രോഗമുണ്ടായിരുന്നവരെയും എല്ലാം യുദ്ധത്തിൽ മരിച്ചവരായാണ് ഈ ജനസംഖ്യ ഉയർത്തി കാണിച്ചത് എന്ന് ഹെൻറി ജാക്സൺ നടത്തിയ സർവേ വ്യക്തമാക്കുന്നു. പക്ഷേ അപ്പോഴും പഴി സ്വന്തം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഇസ്രായേലിന് മാത്രം. Let me conclude with a quote of Einstein. Nothing will end war unless the people themselves refuse to go to war. Peace cannot be kept by force. It can only be achieved by understanding. യുദ്ധം അത് എന്നും നഷ്ടങ്ങളെ ഉണ്ടാക്കുന്നു.